ഇപ്പൊ നമ്മളുടെ ഇടയിൽ നിന്ന് കേട്ടുവരുന്ന ഒരു കാര്യം, ഡോക്ടേഴ്സിന് ബ്രാൻഡിങ് അലൗഡ് ആണോ? അത് ശരിക്കും എത്തിക്കലാണോ? ശരിക്കും അലൗഡ് ആണ്. പക്ഷെ അതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. പിന്നെ ഹെൽത്ത് കെയറിലെ ബ്രാൻഡിങ്ങിൻ്റെ പർപ്പസ് തന്നെ ആക്ച്വലി ഡിഫറെൻ്റാണ്. സോ നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റൈറ്റ് പൊസിഷനിങ്ങിനൊക്കെയാണ് ശരിക്കും ഈ ആക്ടിവിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഒരു ഡോക്ടറിന് വീഡിയോ ചെയ്തതുകൊണ്ടോ അല്ലെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടോ പേഷ്യൻ്റ് ഒരിക്കലും കൂടില്ല. അതിന് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് തന്നെ ഈ ഒരു ഡിസീസിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളെ പറ്റിയൊക്കെ ഒരു ഓൺലൈൻ സ്പേസിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ വരുമ്പം നമ്മൾ കൊടുക്കുന്ന സർവീസസിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന ഡിസീസിനെ പറ്റിയൊക്കെ ഇൻഫർമേഷനായിട്ട് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ നമ്മുടെ പ്രൊഫൈലിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്കുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് തന്നെ സ്റ്റിക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. ഏതൊരു സ്ഥലത്തുള്ള പേഷ്യൻറ്റും ശരിക്കും ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഉള്ളൊരു പേഷ്യൻ്റ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരു റൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്.